ഇനി വല്ല കൊറിയറും വന്നാൽ അത് അങ്ങോട്ട് പള്ളെ കൊണ്ടേ കളയുമെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. ബട്ട് ഗൈസ്, നമ്മൾ എന്തായാലും വാങ്ങുമെന്ന് അറിയാലോ, നമ്മളെ കൊണ്ട് ഇത് പറ്റില്ല, നമ്മൾ എന്തായാലും വാങ്ങിച്ചിരിക്കും. അപ്പം ഞാൻ കുറച്ച് നയിക്കുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ എക്സൈറ്റഡ് ആണ് ഞാൻ. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം പൊട്ടിച്ചപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കിട്ടിയത് ടോണിമോളിയുടെ ടോണറാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ സെക്കൻഡ് പർച്ചേസിങ് ആണ്. ഈ ടോണർ അല്ലാണ്ട് ഞാനിപ്പോൾ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. അടിപൊളിയാണ്. പിന്നെ ഇത് ഐലൈനർ ആണ് കേട്ടോ, നൈക്കയുടെ ഐലൈനറാണ്. പിന്നെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഐബ്രോ പാലറ്റ് ആണ്. പിന്നെ അടുത്തത് വാങ്ങിച്ചിരിക്കുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷെയ്ഡ് ട്രൈ ചെയ്യുന്നത്. നല്ലതാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് കൺപീലി തോന്നിക്കാനായിട്ട് ഞാനൊരു മസ്കാര വാങ്ങിച്ചിട്ടുണ്ടായി. അത് മെബിലൈൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. പിന്നെ ഇത് ലിപ്സ് എക്സ്ഫോളിയേറ്റർ ആണ്. അതെനിക്ക് ഫ്രീ കിട്ടിയതാണ് ഗൈസ്. പിന്നെ ഇത് എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായില്ല, അതുകൊണ്ട് ഞാനത് അവിടെ ഇട്ടു. പിന്നെ ഈ ഒരു സംഭവമായിരുന്നു എൻ്റെ പർച്ചേസിങ്ങിലെ മോസ്റ്റ് എക്സൈറ്റഡ് പാർട്ട് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഫൗണ്ടേഷൻ ഗൈസ്, ഞാനിത് കുറേ നാളായി വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്ന ഫൗണ്ടേഷൻ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് പോലും എനിക്ക് കറക്റ്റ് ആണെന്ന് അറിയില്ല, അങ്ങനെ വാങ്ങിച്ചതാണ്. ഒരു പഫും കൂടി